ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗല്ല, ഇന്ന് പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് നട്ട്സും പിന്നെ പഞ്ചസാരയും പിന്നെ ബ്രെഡും ഒക്കെ ആയിട്ട് ബനാനയും ഒക്കെ വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് ഇതുപോലെ മെൽറ്റാക്കി എടുക്കുക. അത് മെൽറ്റാകുമ്പോൾ നമുക്കതിലോട്ട് അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ അടുത്ത് കയ്യിലുള്ള നട്ട്സൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇത് സിമ്മ് ലോയിലാക്കിയതിന് ശേഷം വേണം ഇത് നമുക്കിങ്ങനെ മെൽറ്റാക്കി എടുക്കാൻ പഞ്ചസാര. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇത് നമ്മൾ ബ്രെഡ് പുഡിങ്ങിലേക്ക് ഇടാനുള്ളതാണ് പൊടിച്ചിട്ട്. പിന്നെ നമ്മളിതാ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രീം നല്ല അടിപൊളി ക്രീമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ക്രീം നമ്മൾ ഇതുപോലെ വിപ്പിംഗ് ഇങ്ങനെ ചെയ്തെടുക്കുക. ക്രീം വിപ്പ് ചെയ്തെടുക്കുക. നല്ലതുപോലെ സ്റ്റിഫായിട്ടുണ്ട്. നല്ല അടിപൊളി ക്രീമാണ്, നല്ല ടേസ്റ്റുള്ള ക്രീമാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം, ഫ്രിഡ്ജിലോട്ട് വെക്കാം. മറ്റുള്ളതൊക്കെ റെഡി ആവുമ്പോഴേക്കും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. പിന്നെ വീണ്ടും നമ്മളൊരു പാൻ വെച്ചിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര വീണ്ടും ഇട്ടിട്ട് നമുക്ക് ബട്ടർ സ്കോച്ച് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും മെൽറ്റാക്കി എടുക്കണം. സിമ്മ് ലോയിലാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇത് മെൽറ്റാക്കി എടുക്കുക. അതിലോട്ട് നമുക്ക് അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഒട്ടും തീ കൂട്ടി വെക്കാതെ സിമ്മ് ലോയിലാക്കിയിട്ട് വേണം നമുക്കിത്. ഇനി നമുക്കൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ക്രീം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും ക്രീമും ബട്ടറും എല്ലാം കൂടിയിട്ട് ഇവിടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ബട്ടർ സ്കോച്ചിനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബ്രെഡ് കട്ട് ചെയ്യാം. ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഓരോ ഭാഗവും കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെ ട്രേ എങ്ങനത്തെയാണോ അതിനനുസരിച്ചിട്ടുള്ള സ്ക്വയറോ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രീം നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കുകയാണ്. പെട്ടെന്ന് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തതും ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബട്ടർ സ്കോച്ചിൽ മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ഇതിൽ മുക്കി സെറ്റാക്കി എടുക്കാം. ഫസ്റ്റ് ലെയർ നമുക്ക് ഇതുപോലെ വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നട്ട്സ് നമ്മളിതുപോലെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. അത് നമ്മൾ ഈ ബ്രെഡ് സെറ്റ് ചെയ്തതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. നല്ലതുപോലെ പൊടിയാതെ ഒന്നും കൂടെ ക്രഷ്ഡ് ആക്കി എടുത്താൽ അതാണ് ടേസ്റ്റ്. ഇത് ഒന്ന് പൊടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പൊടിക്കാതിരിക്കുകയാണ്, ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വീണ്ടും ഒരു 2 ബനാന എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ക്രീമിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ബ്രെഡിൻ്റെ മേലെ ലെയർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക, ബനാന വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീമില്ലേ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്രീം, അത് നമ്മൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളെ ഈ പുഡിങ്ങിൻ്റെ മേലെ സെറ്റാക്കി കൊടുക്കുക. ഇത് നാട്ടിലെ ക്രീമാണ്, ഇവിടുത്തെ ഒമാനിലത്തെ അല്ല, നാട്ടിലെ ക്രീമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ക്രീമാണ്. ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇവിടെ ഒമാനിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാനും പിന്നെ പുഡിങ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ക്രീം കിട്ടുന്നത് മാക്ടോപ്പിൻ്റെ ക്രീമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഡെക്രോപ്പ് എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്, അതും നല്ലതാണ്. പിന്നെ ഉള്ളതൊക്കെ അത്ര തന്നെ അതിലൊന്നും ഷുഗർ തീരെ ഇല്ലാത്ത സാധാ വിപ്പിംഗ് ക്രീമാണ്, സാധാ ഉള്ള ക്രീം. അതൊന്നും ടേസ്റ്റ് കിട്ടുന്നില്ല. മാക്ടോപ്പിൻ്റെ ക്രീമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മളെ ക്രീമൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ 3 ലെയർ ആക്കിയിട്ട് ബ്രെഡും പഴവും പിന്നെ നമ്മുടെ ക്രീമുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ വേണ്ടവർ ഇത് ലെയർ ആക്കിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ബ്രെഡ് വെക്കുക, വീണ്ടും പഴം വെക്കുക, ക്രീമും വെക്കുക. അപ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടും. പിന്നെ ഞാനിതാ കുറച്ചാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ആ നട്ട്സ് പൊടിച്ചതൊക്കെ ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്.
ഇതാ ഞാൻ ഹെർഷ്യസിൻ്റെ ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ബട്ടർ സ്കോച്ച് പുഡിങ്. ബ്രെഡും ക്രീമും എല്ലാം കൂടിയായിട്ട് നട്ട്സും എല്ലാം കൂടിയായിട്ട് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കേക്കിലൊക്കെ ഇടുന്നതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഈ പുഡിങ്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അവിടുത്തെ വീഡിയോസൊന്നും മുഴുവനായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല, കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. പരിപാടിക്കായിട്ട് അവിടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അപ്പോൾ അതിനായിട്ടാണ് ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടുത്തെ പരിപാടിയുടെ ചെറിയ ഒരു വീഡിയോസ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടുകാർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും.